അതിൽ കൂടുതലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ DIG ഹരിശങ്കർ ആദ്യം പറഞ്ഞ നടപടി ഇദ്ദേഹം ഈ വിഷ്വൽ മുന്നേ കണ്ടിട്ടുള്ള ആളാണ്. ഇദ്ദേഹം ഇത് കണ്ടതിന് ശേഷം അദ്ദേഹത്തെയും കൂടി പ്രതിയാക്കിയിട്ട് ഒരു വധശ്രമം ഉണ്ടെങ്കിൽ വധശ്രമത്തിന് കേസ് എടുക്കണമെങ്കിൽ വധശ്രമം മുന്നേ കണ്ട ആള് ഈ DIG ഹരിശങ്കറാണ്. എന്നിട്ട് വളരെ ലാഘവത്തോടു കൂടി ഞങ്ങളെല്ലാം എടുത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഹരിശങ്കറിനെതിരെ പരാതി നൽകണോ എന്ന് ഞങ്ങൾ പാർട്ടി നേതൃത്വമായി ആലോചിക്കുകയുണ്ടായി. ഈ അഞ്ചാമത്തെ ആള് സുഹൈറല്ലേ? സുഹൈറിനെതിരെ കേസ് നടപടി എടുക്കാത്തതിനെതിരെയാണ് വകുപ്പ് ഓഫീസ് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. പഴയന്നൂര് ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം നടത്തിയത്. KCC അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സുഹൈർ മർദ്ദിക്കുന്നത് CCTV ദൃശ്യത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നത്. CCTV ദൃശ്യം പുറത്തു വരുന്നതിന് മുന്നെയാണ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസ് എടുത്തിട്ടുള്ളത്. ഈ സമരം പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. പാർട്ടി ഇത് തുടരുമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും DC പ്രസിഡന്റ് അടക്കം എല്ലാവരും പറയുന്നത്. ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ഇത് മുന്നോട്ട് പോകുന്ന ഓണം മുടക്കായ കാരണം പഞ്ചായത്ത് ഓഫീസാണല്ലോ. ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു 20 മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ SI ആയിരുന്നിട്ടുള്ള നുഹ്മാൻ സാറാണ് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട്. ശശിധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, നീ സ്റ്റേഷനിലേക്ക് വായോ, നിനക്കുള്ള തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് പോരുന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇവർ മർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ എന്നെ ഒരു കൂട്ടുകാരെന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ ഓമനിച്ചുകൊണ്ടാണ് എന്നെ മുകളിലത്തെ നിലയ്ക്ക് കൊണ്ടുപോയത്. അത് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് സന്ദീപ് അതിൽ ചൂരലായിട്ട് വരുന്ന ഒരു ദൃശ്യം കൂടിയിട്ടുണ്ട്. അത് കൈമാറി അടിച്ചിട്ടുള്ളതാണ്. അത് ഈ ശശിധരനും ഈ ഷുഹൈറും കൂടി കൈമാറിക്കൊണ്ടാണ് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുള്ളത്. അതോടൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് എന്നെ കുനിച്ച് നിർത്തിയിട്ട്, അതായത് എന്നെ വളച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് പുറത്തേക്ക് ഇടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വലത് കാൽമുട്ടുകൊണ്ട് വയറ്റിലേക്കും ഇടിച്ചിട്ടുള്ളതാണ് എന്നെ ശശിധരൻ മുകളിലത്തെ നിലവിൽ കൊണ്ടുപോയിട്ട്. ഈ CCTV ഇല്ലാത്ത സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല. CCTV ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നേ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ മുകളിൽ വെച്ച് അടിച്ചതും ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് പറഞ്ഞു.